ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. നമ്മൾ ഇന്നലെ ഡേ 1 റിവ്യൂ ചെയ്തപ്പോൾ ഇന്ത്യ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണെന്നും രണ്ടാം ദിനം ഇംഗ്ലണ്ടിനെ ഔട്ട് ബാറ്റ് ചെയ്യാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുകയെന്നുമാണ് പറഞ്ഞത്. എന്നാൽ ആ കിട്ടിയ വ്യക്തമായ ഒരു ഡോമിനൻസ് മുതലാക്കാൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞില്ല. അതായത് 3 വിക്കറ്റ് നഷ്ടത്തിൽ 359 എന്ന നിലയിൽ നിന്ന് തുടങ്ങിയിട്ട് വെറും 471 റൺസ് മാത്രം എടുക്കാനാണ് ഇന്ത്യൻ ടീമിന് ഇന്നലെ കഴിഞ്ഞത്. അതായത് അവസാന 7 വിക്കറ്റുകൾ വെറും 41 റൺസ് എടുക്കുന്നതിനിടെയാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഇപ്പോൾ ഇന്നലെ ആദ്യ സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിന് അനുകൂലമായിട്ടുള്ളൊരു സെഷൻ തന്നെയായിരുന്നു. അതായത് നമ്മുടെ ഋഷഭ് പന്ത് തൻ്റെതായ രീതിയിൽ അറിയാലോ, ഋഷഭ് പന്തിന്റെ ഒരു ഗെയിം പ്ലേ അറിയാലോ. അപ്പോൾ ആ ഒരു തനതായ ഋഷഭ് പന്ത് ശൈലിയിൽ തന്നെ പന്ത് സെഞ്ചുറി തികച്ചു. ഇന്ത്യൻ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും അതായത് ഗില്ലും പന്തും തമ്മിലുള്ള പാർട്ണർഷിപ്പ് 200 കടക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ത്യക്ക് അടിതെറ്റുന്നത്. അതായത് ഇപ്പോൾ ശുഭ്മാൻ ഗില്ല് നമ്മുടെ ഷോയബ് അർഷറിന്റെ പന്തിൽ ബൗണ്ടറി കടത്താനായിട്ട് ഒരു ബിഗ് ഷോട്ടിന് ശ്രമിക്കുകയും വിക്കറ്റ് ആവുകയും ചെയ്തു. ആറാമനായിട്ട് ടീമിലേക്ക് മടങ്ങിയെത്തിയ കരുൺ നായരിന് കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അതായത് റണ്ണൊന്നും എടുക്കാനാവാതെയാണ് കരുൺ നായർ മടങ്ങിയത്. അത് ഒലി പോപ്പിന്റെ ഒരു ബ്രില്യൻ ക്യാച്ച് തന്നെയായിരുന്നു. അതായത് ഓഫ് സ്റ്റംപിന് പുറത്ത് ആ ഒരു വൈഡ് ലൈനിൽ വന്ന പന്ത് ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് കരുൺ നായർ പുറത്താവുന്നത്. പിന്നീട് ഋഷഭ് പന്തിനാണെങ്കിൽ ഒരു ബ്രെയിൻ ഫെയ്ഡ് മൊമെന്റ്, അതായത് ഏകദേശം 124 റൺസ് വരെ ഒരു ചാൻസ് പോലും കൊടുക്കാതെയാണ് ഋഷഭ് പന്ത് മുന്നോട്ട് വന്നത്. എന്നാൽ അതിനിടയ്ക്ക് പിന്നീട് ഷോയബ് അർഷറിന്റെ പന്തിൽ നമ്മുടെ ഇറങ്ങി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു ചാൻസ് കൊടുത്തു. അത് ജെയ്മി സ്മിത്ത് മിസ്സാക്കി. എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നീട് ജോഷ് ടങ്ങിന്റെ പന്തിൽ ഒരു ബ്രെയിൻ ഫെയ്ഡ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അതായത് ആ ഒരു സ്വിങ് ചെയ്ത് അകത്തേക്ക് കയറി വന്ന പന്തിനെതിരെ ഷോട്ട് ഓഫർ ചെയ്തില്ല. അത് LBW ആവുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് നോക്കിയാൽ ആർക്കും കാര്യമായിട്ടൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം ജഡേജ 11 റൺസ് എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും സിംഗിൾ ഡിജിറ്റ്സിലാണ് പുറത്തായത്. ബെൻ സ്റ്റോക്സ് തന്നെയാണ് ഇവരുടെ പിക്ക് ഓഫ് ദ ബോളേഴ്സ്, 4 വിക്കറ്റ് ഇട്ടു. അത് മാത്രമല്ല, സ്റ്റോക്സിനെ കൂടാതെ ജോഷ് ടങ്ങും 4 വിക്കറ്റ് ഇട്ടു. ഇപ്പം ജോഷ് ടങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ നന്നായിട്ട് എക്സ്പെൻസീവ് ആയ ബോളറാണ്. എന്നാൽ ഇന്ത്യയുടെ വാലറ്റത്തെ ചുരുട്ടി കെട്ടാനായിട്ട് ടങ്കിന് കഴിഞ്ഞു. അപ്പോൾ പിന്നീട് ആ ഒരു സ്കോർ ഒരു 500 പോലും, ഇപ്പൊ ഇന്നലത്തെ 359 എന്നൊരു പൊസിഷനിൽ നിന്ന് ആലോചിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 500 വന്നില്ല എങ്കിൽ നമുക്കത് ഒട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ തരില്ല. കാരണം പ്രത്യേകിച്ച് 3 പേര് സെഞ്ചുറി അടിച്ച ഒരു ഇന്നിങ്സിൽ ഏറ്റവും കുറവ് റൺസിൽ ഓൾ ഔട്ട് ആവുന്ന ടീമായിട്ട് ഇന്ത്യ മാറി. ജയ്സ്വാൾ, ഗില്ല്, പന്ത് എന്നിവർ സെഞ്ചുറി അടിച്ചു. അപ്പൊ അങ്ങനെ 3 പേര് സെഞ്ചുറി അടിച്ചിട്ട് 471 എന്നൊരു സ്കോറിൽ ഇന്ത്യ ഓൾ ഔട്ട് ആവുകയാണ് ഉണ്ടായത്. അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു റെക്കോർഡ് തന്നെയാണ്. അങ്ങനെ ഇന്ത്യയുടെ ഇന്നിങ്സ് 471 അവസാനിച്ചു. ഹോൾ പിക്ചർ നോക്കുമ്പോൾ 471 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശം സ്കോർ അല്ല. പക്ഷേ നമ്മളെ ഇന്ത്യയുടെ ഒരു ഫസ്റ്റ് ഡേ പൊസിഷൻ വെച്ച് നോക്കുമ്പോഴാണ് നമുക്കതൊരു സാറ്റിസ്ഫാക്ഷൻ തരാത്തത്. ഇനി ഇന്ത്യയുടെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു വെതർ ഇന്ത്യ അനുകൂലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലണ്ടിലെ ഓവർഹെഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ബൗളിംഗിലെ സ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ ഒന്നാം ദിനം ഇംഗ്ലണ്ട് ബോൾ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു സണ്ണി ആയിട്ടുള്ള കണ്ടീഷൻ ആയിരുന്നു. അതായത് ഓവർഹെഡ് കണ്ടീഷൻ ഇല്ല, സൂര്യൻ നന്നായിട്ട് തന്നെ ഉദിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇംഗ്ലണ്ട് പന്തെറിഞ്ഞത്. എന്നാൽ ഇന്ത്യയുടെ ആ ഒരു ബോളിംഗ് ഇന്നിങ്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഒരു ചെറിയ മഴ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ഓവർഹെഡ് കണ്ടീഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബോളിങ്ങിനെ തുണയ്ക്കുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഇന്ത്യക്ക് കിട്ടിയത്. എന്നിട്ടും ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 209 എന്ന നിലയിൽ ദിവസം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് കുറ്റം പറയാനുള്ളത് ഇന്ത്യയെ തന്നെയാണ്. ഇന്ത്യയുടെ ഫീൽഡിങ്ങിലെ മിസ്റ്റേക്സ്, അതുപോലെ തന്നെ ബുംറയ്ക്ക് സപ്പോർട്ടായിട്ട് ഒരു ബോർഡർ ഇല്ലാത്തതൊക്കെയാണ്. ഇപ്പോൾ ആ ഒരു ഇംഗ്ലണ്ട് ഇന്നിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ബുംറ തുടങ്ങിയത് എക്സ്ട്രോണറി ആ ഒരു തുടക്കമാണ് ബുംറ നൽകിയത്. ഇപ്പോൾ ആദ്യത്തെ ഓവറിലെ 6-ാം പന്തിൽ തന്നെ സാക്രൗളിയുടെ വിക്കറ്റ് ഒരു പീച്ച് ഓഫ് എ ഡെലിവറിയിലൂടെ ബുംറയ്ക്ക് കിട്ടി. അത് കഴിഞ്ഞ് 1 ഡൗൺ ആയിട്ട് ഒലി പോപ്പ് വന്നു. ഇപ്പോൾ ഒലി പോപ്പിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് കളിച്ച സിംബാബ്വേയായിട്ട് കളിച്ച ഇന്നിങ്സിൽ സെഞ്ചുറി ഉണ്ടെങ്കിൽ പോലും ആ ഒരു പുള്ളിയുടെ ആ ഒരു ടീമിലെ പൊസിഷൻ എന്ന് പറയുന്നത്, അതായത് കരിയർ ആവറേജ് 35 പോയിന്റ് സംതിങ് മാത്രമാണ്. അപ്പോൾ ഒലി പോപ്പിന്റെ ആ ഒരു പൊസിഷനിൽ ക്വസ്റ്റ്യൻ മാർക്സ് വരുന്ന സമയത്താണ് ഒലി പോപ്പ് ക്രീസിലെത്തുന്നത്. ഇനി ഇവിടെ നമ്മൾ പറയേണ്ടത് ഇന്ത്യയുടെ ഫീൽഡിംഗിലെ എറേഴ്സ് ആണ്. ആദ്യം ബെൻ ഡക്കറിന്റെ ഒരു ക്യാച്ച് ജയ്സ്വാൾ കളഞ്ഞു. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഡിഫിക്കൽട്ട് ചാൻസ് ആയിരുന്നു. സ്റ്റിൽ ഇതുപോലൊരു ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സർഫസ് ആണ്. അപ്പോൾ ഈ ഓവർഹെഡ് കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ കിട്ടുന്ന അവസരം മാക്സിമം മുതലാക്കുക എന്നുള്ളതേ ബോളിംഗ് ടീമിനെ സംബന്ധിച്ച് ചെയ്യാനുള്ളൂ. അവിടെ ജയ്സ്വാൾ ക്യാച്ച് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജഡേജ ഒരു ക്യാച്ച് കളഞ്ഞു. ജഡേജ ബാക്ക്വേർഡ് പോയിന്റിൽ ഒരു ക്യാച്ച് കളയുക എന്ന് പറയുന്നത് വളരെ വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലെ അത് സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒലി പോപ്പിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒലി പോപ്പിന്റെ ഷോട്ട്സ് പലതും 4 സ്ലിപ്പിലൂടെ പോകുന്ന കാഴ്ച, അറ്റ്ലീസ്റ്റ് ഒരു 2 എണ്ണമെങ്കിലും ആ ഒരു 4 സ്ലിപ്പിൽ ഒരു വേക്കൻറ്റ് സ്പേസിലൂടെ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ ഒരു 4 സ്ലിപ്പ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ബാക്കിയുള്ള ബോളേഴ്സ് ഇല്ലെങ്കിലും ബുംറ ബോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു 4 സ്ലിപ്പ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒലി പോപ്പിന്റെ വിക്കറ്റ് തുടക്കം തന്നെ കിട്ടിയേനെ. അത് കഴിഞ്ഞിട്ട് ഒലി പോപ്പിന്റെ ഒരു ക്യാച്ച് ജയ്സ്വാൾ കളഞ്ഞു എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഒലി പോപ്പിന്റെ ക്യാച്ച് അവിടെ നഷ്ടപ്പെട്ടു. പിന്നീട് ആ ഒരു 4 സ്ലിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒലി പോപ്പിന്റെ വിക്കറ്റ് പലതവണ എടുക്കാനുള്ള അവസരവും നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ മുന്നോട്ട് പോയി ഒലി പോപ്പ് സെഞ്ചുറി അടിച്ചു. പിന്നീട് ഒരു ബ്രേക്ക് ത്രൂവിന് വീണ്ടും ബുംറയെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു. ഇപ്പോൾ ബാക്കിയുള്ള ബോളേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സിറാജ് ഫസ്റ്റ് സ്പെല്ലിൽ വളരെ മോശമായിരുന്നു. എന്നാൽ സെക്കൻഡ് സ്പെല്ലിൽ
പിന്നെയും മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞു. വിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും ഒരു തവണ ജോ റൂട്ടിനെ വിക്കറ്റ് മുന്നിൽ കുടുക്കി, പക്ഷെ അത് മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു പിന്നിലുള്ള സ്പെല്ലുകളിൽ ഭേദപ്പെട്ട രീതിയിലാണ് സിറാജ് പന്തെറിഞ്ഞത്. പ്രസീദ് കൃഷ്ണ ഒരു ലെറ്റ് ഡൗൺ ആയിരുന്നു. അതായത് ആ ഒരു കൃത്യമായ ലൈനും ലെങ്തും ആ ഒരു ഇംഗ്ലണ്ട് കണ്ടീഷൻസിന് വേണ്ട രീതിയിൽ കൃത്യമായിട്ടുള്ള ആ ഒരു ലൈനിലും ലെങ്തിലും പന്തെറിയാൻ പ്രസീദിന് കഴിഞ്ഞില്ല. ഒരു വേവാർഡ് ലൈൻ ലെങ്തും ആയിരുന്നു പ്രസീദിന്റെ. തീർച്ചയായിട്ടും നിരാശപ്പെടുത്തിയ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു പ്രസീദിന്റെ ഇന്നലത്തേത്. പിന്നീട് ഷർദുൽ താക്കൂറിന്റെയും കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ ഷർദുൽ താക്കൂറിനെ ഉപയോഗിക്കാനായിട്ട് വളരെയേറെ താമസിച്ചു. അതായത് ആദ്യത്തെ 30 ഓവറുകളിലൊന്നും ഷർദുൽ താക്കൂറിന്റെ പൊടി പോലും കണ്ടില്ല. പിന്നീട് വന്നെങ്കിലും അത്യാവശ്യം അടി വാങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ജഡേജയ്ക്കും കാര്യമായിട്ട് ഇടയ്ക്ക് ചില ബോളുകൾ ബാറ്റിനെ ബീറ്റ് ചെയ്തുവെങ്കിലും, അത് നല്ല ടേൺ കിട്ടി ബാറ്റിനെ ബീറ്റ് ചെയ്ത പന്തുകൾ ഉണ്ടായിരുന്നു എങ്കിലും മൊത്തത്തിൽ അങ്ങോട്ട് ഒരു ഇത് കൊണ്ടുവരാൻ ജഡേജയ്ക്കും കഴിഞ്ഞില്ല. ബുംറ മാത്രമായിരുന്നു. ഇപ്പം അവരുടെ പോയ 3 വിക്കറ്റുകൾ എടുത്തത് ബുംറയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബെൻ ഡക്കറ്റിന്റെ വിക്കറ്റ് എടുത്തത് ബുംറയാണ്. ബെൻ ഡക്കറ്റിന്റെ മികച്ചൊരു ഹാഫ് സെഞ്ചുറി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒലി പോപ്പിന്റെ കൂടെ ജോ റൂട്ട് വന്നു. ഒലി പോപ്പ് സെഞ്ചുറി തേച്ചു. ഒലി പോപ്പ് സ്ട്രഗിൾ ചെയ്ത് നമ്മുടെ ബുംറയ്ക്കെതിരെ മാത്രമാണ്. ബാക്കിയുള്ള ബോളേഴ്സിനെല്ലാം അത്യാവശ്യം നന്നായിട്ട് കളിച്ച് തന്നെ പോപ്പ് സെഞ്ചുറി തികച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോ റൂട്ടിനെ പുറത്താക്കിയതും ബുംറ തന്നെയാണ്. അത് ജോ റൂട്ടിന്റെ വേണമെങ്കിൽ ജോ റൂട്ടിന്റെ സ്റ്റാൻഡ് വെച്ചിട്ട് ഒരു ലേസി ഷോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ബുംറയ്ക്ക് 3 വിക്കറ്റ് കിട്ടി. അങ്ങനെ രണ്ടാം ദിവസത്തെ കളി അവസാനിക്കാറായപ്പോൾ ബുംറ അവസാനത്തെ ഒരു സ്പെല്ലിനൂടി വരുന്നു. ഇത്തവണ എന്താണ് ബുംറയ്ക്ക് വിക്കറ്റ് കിട്ടാത്തതിൽ പ്രതികൾ ഫീൽഡേഴ്സ് അല്ല, ബുംറ തന്നെയാണ്. അതായത് ലാസ്റ്റ് ഓവറിൽ 3 നോബോളുകളാണ് ബുംറ എറിഞ്ഞത്. അതിൽ തന്നെ ഒരു നോബോളിൽ ബ്രൂക്കിന്റെ വിക്കറ്റ് കിട്ടിയതായിരുന്നു. അത് സിറാജ് വളരെ നല്ല രീതിയിൽ തന്നെ, അത് നല്ലൊരു ബൗൺസർ വന്നു, ബ്രൂക്ക് അടിക്കാൻ ശ്രമിച്ചു, പക്ഷെ അത് ടൈം ചെയ്യാൻ കഴിഞ്ഞില്ല. സിറാജ് നല്ല രീതിയിൽ തന്നെ ക്യാച്ച് എടുത്തുവെങ്കിലും അത് ഓവർ സ്റ്റെപ്പ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ബുംറയ്ക്ക് 4ാമത്തെ വിക്കറ്റ് നഷ്ടമായി. ബ്രൂക്ക് റൺസ് ഒന്നും എടുക്കാതെ നിൽക്കുമ്പോഴാണ് ഈ ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പൊ ഇനി 3ാം ദിനം ബ്രൂക്ക് എത്ര റൺസ് അടിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ആ ഒരു 4ാം വിക്കറ്റ് എടുക്കാനുള്ള ഒരു അവസരം ബുംറയ്ക്ക് നഷ്ടമാവുകയാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ കളി നിർത്തുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 209 എന്ന നിലയിലാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ദിവസം ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഡോമിനൻസ് ഇപ്പോൾ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം പിച്ച് ഫ്ലാറ്റ് ആണ്. ഇന്നലെ ആ ഒരു ഓവർഹെഡ് കണ്ടീഷൻസ് എല്ലാം കൂടി വന്നപ്പോൾ ബോളേഴ്സിന് കുറച്ച് കാര്യങ്ങൾ അനുകൂലമായെങ്കിലും പിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ളൊരു പിച്ചാണ്. നമുക്കറിയാം ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈഡൻ ഗാർഡ്സ് വരെ അത്യാവശ്യം നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കാൻ കെൽപ്പുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല അവർ ആ ഒരു അറ്റാക്കിംഗ് ശൈലിയിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 4ന് മേളിൽ തന്നെ റൺ റേറ്റ് നിലനിർത്തിക്കൊണ്ടായിരിക്കും അവർ ബാറ്റ് ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒന്ന് ബുംറയുടെ കാര്യത്തിൽ നമുക്കധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ബുംറ ആ ഒരു രീതിയിൽ തന്നെ പന്തെറിയുമെന്ന് നമുക്കറിയാം. എന്നാൽ ബുംറയ്ക്ക് കൃത്യമായ സപ്പോർട്ട് കൊടുക്കാൻ മറ്റ് ബോളേഴ്സിന് കഴിയണം. ഇന്നലെ ഞാൻ പറഞ്ഞു സിറാജ് ഭേദപ്പെട്ട രീതിയിൽ ആദ്യ സ്പെല്ലിലെങ്കിലും പിന്നീടുള്ള സ്പെല്ലുകളിൽ ഭേദപ്പെട്ട രീതിയിൽ ബോൾ ചെയ്തു. ഇപ്പൊ പ്രസീദ് കൃഷ്ണ ആയാലും ഷർദുൽ താക്കൂർ ആയാലും അവസരത്തിനൊത്ത് ഉയരണം. പ്രസീദൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ IPL നമുക്കറിയാം, കാരണം ഒരിക്കലും IPL-ലും ടെസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും ആ ഒരു അത്യാവശ്യം നല്ല റിസൾട്ടിൽ എറിഞ്ഞ ബോളറാണ്. പക്ഷേ ഈ ഇംഗ്ലണ്ട് കണ്ടീഷന് സ്യൂട്ട് ആവുന്ന രീതിയിലല്ല ഇന്നലത്തെ ലൈനും ലെങ്തും ഒന്നും. അപ്പോൾ ബുംറയ്ക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആളില്ലെങ്കിൽ, ഇപ്പോൾ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ബുംറയുടെ ഒരു സ്പെല്ല് ഒരു 4-5 ഓവർ എങ്ങനെങ്കിലും കടന്നു കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ബോളേഴ്സിനെ അടിച്ച് അനായാസം റൺസ് എടുക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ. ഇന്നലത്തെ ഇത് തന്നെ നോക്കിയാൽ അറിയാം. ഇപ്പൊ പ്രസീദിനെ ആയാലും ഷർദുൽ താക്കൂറിനെ ആയാലും ഒക്കെ അനായാസം അടിച്ചിട്ട്, അതായത് ബുംറയുടെ ഓവറിൽ എങ്ങനെങ്കിലും തട്ടിമുട്ടി രക്ഷപ്പെട്ട് പോയിട്ട് പിന്നീട് ബാക്കിയുള്ള ബോളേഴ്സിനെ അറ്റാക്ക് ചെയ്യാം. കാരണം ഒരു ദിവസം ഫുള്ള് ബുംറയ്ക്ക് ഇരുന്ന് എറിയാനാവില്ല. അങ്ങനെ വരുമ്പോൾ വേറൊരു ഇഷ്യൂ കൂടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ബോളേഴ്സ് ഒക്കെ ആ ഒരു ഇൻറോൾസ് ഉണ്ടാക്കാൻ പാടുപെടുമ്പോൾ ബുംറയെ ഓവർ യൂസ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ബുംറയെ ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള ബോളറാണ് ബുംറ. അപ്പോൾ ബുംറയെ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം. അപ്പോൾ ഒരു ഡിഫിക്കൽട്ട് പൊസിഷനിലേക്ക് ഇന്ത്യ എത്താൻ സാധ്യതയുണ്ട് ഈ ഒരു പോക്കാണെങ്കിൽ. കാരണം ബുംറ ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ബോളിംഗ് ഒരു 60-70% ആ ഒരു സ്പൈറ്റ് കുറവ്, ആ ഒരു ബൈറ്റ് കുറവാണ് ഇന്ത്യയുടെ ബോളിങ്ങിന്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബാക്കിയുള്ള ബോളേഴ്സ് അതുപോലെ തന്നെ കാര്യങ്ങൾ സ്പിൻ അനുകൂലമാവുകയാണെങ്കിൽ ജഡേജയ്ക്കും ഒരു പാർട്ട് പ്ലേ ചെയ്യാനുണ്ടാവും. എന്തായാലും ബുംറയ്ക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് വേണ്ടിവരും. ഇനി ഇംഗ്ലണ്ടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതായത് ബുംറ അല്ലാത്ത ബാക്കിയുള്ള ബോളേഴ്സിനെല്ലാം അറ്റാക്ക് ചെയ്യുക, മാക്സിമം റൺസ് എടുക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം. ഇന്ത്യക്ക് ഇംഗ്ലണ്ടിന് ഈ മത്സരത്തിൽ നിന്ന് തന്നെ ഔട്ട് ബാറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ 550 റൺസ് ഒക്കെ എടുത്തിരുന്നെങ്കിൽ 2-2 റിസൾട്ട് മാത്രമേ പോസിബിൾ ആവാൻ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. അതൊന്ന് ഇന്ത്യ ജയിക്കുന്നു അല്ലെങ്കിൽ ഡ്രോ. പക്ഷെ ഇന്നലെ പെട്ടെന്ന് ആ ഒരു വിക്കറ്റ് പോയതോടുകൂടി വീണ്ടും ഒരു 3 റിസൾട്ടിനും സാധ്യതയുണ്ട്. ഡ്രോയ്ക്കായിരിക്കും ആ ഒരു പിച്ച് ഫ്ലാറ്റായ സ്ഥിതിക്ക് ഡ്രോയ്ക്ക് കൂടുതൽ ചാൻസ് ഉണ്ടെങ്കിലും ഇംഗ്ലണ്ട് ഈ മത്സരത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ഇന്ത്യ സാധ്യമാക്കി കൊടുത്തു എന്ന് തന്നെ വേണം പറയാൻ. ഒന്ന് ആ ഒരു അവസാന വിക്കറ്റുകളിൽ റൺസ് ഒന്നും എടുക്കാൻ സാധിക്കാതെ പോയത്, പിന്നെ ഫീൽഡിങ്ങിലെ പിഴവ്, അതുപോലെ തന്നെ ബുംറയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ബോളർ ഇല്ലാത്ത അവസ്ഥ, ഇതൊക്കെ കൂടി ഇംഗ്ലണ്ടിന് കുറച്ച് കാര്യങ്ങൾ അനുകൂലമാക്കി എന്ന് വേണം പറയാൻ. എന്തായാലും സ്റ്റിൽ ആ മാച്ച് ഒരു ബാലൻസിലാണ്. ഇനി 3ാമത്തെ ദിവസം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഈ മത്സരത്തെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് ഇന്നലത്തെ ദിവസത്തെ മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.
അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.